അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രാർത്ഥന എന്ന് പറയുന്നത് വിശ്വാസിയുടെ ആയുധമായിട്ടാണ് പരിചയപ്പെടുന്നത്. ആയുധമാകുമ്പോൾ അതിന് മൂർച്ച വേണം. മൂർച്ചയുണ്ടെങ്കിൽ മാത്രമാണ് ആ ആയുധത്തിന്റെ ഉടമസ്ഥന് ധൈര്യം നൽകുന്നത്. ഇതേപോലെ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്ന ആയുധത്തിന് മൂർച്ചയുണ്ടാവും. നമ്മൾ നമ്മുടെ പ്രാർത്ഥനയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഒരേ ട്യൂണിലുള്ള പ്രാർത്ഥനയും ഒരേ ശൈലി തന്നെ കീപ്പ് ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥനയുമാണ് പല ആളുകളുടേതും. അതിനാൽ തന്നെ ആ പ്രാർത്ഥന എന്ന് പറയുന്ന ആയുധത്തിന് മൂർച്ച നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ കൊണ്ടുവരേണ്ട രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. റബ്ബക്കും തളർറുഅൻ വഖുഫിയതൻ. നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കണം. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? തളർറുഅൻ വഖുഫിയതൻ, ഭയപ്പാടോട് കൂടിയിട്ടും വിനയത്തോടു കൂടിയിട്ടും പ്രാർത്ഥിക്കണം. സൗമ്യമായി എളിമയോടുകൂടി ഞാൻ ആരോടാണോ സംസാരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യത്തോടുകൂടി എന്താണ് പറയുന്നത് എന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പറയാൻ പറ്റുന്ന പ്രാർത്ഥനകളാവണം. അഥവാ സമയമെടുത്ത് ചിന്തിച്ച് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് ആയുധമായിട്ട് നമുക്ക് ധൈര്യം തരും. നാം എവിടെ പോയാലും നമ്മുടെ കൂടെ ആ റബ്ബുണ്ടെന്ന വല്ലാത്ത ഒരു ധൈര്യം, അതാണ് പ്രാർത്ഥനയുടെ വിശ്വാസം നേടിയെടുക്കേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.